നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അരുൺ ഗോയലിൻ്റെ രാജി കാര്യം ഇന്ന് പരിശോധിക്കുകയാണ് 24 ഒബ്സർവർ വി ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. പറയുക, യഥാർത്ഥത്തിൽ ഈ രാജി ഒരുപാട് സംശയങ്ങൾ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ, താങ്കളുടെ നിരീക്ഷണം എന്താണ് ഇക്കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് SKN. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ അപ്രതീക്ഷിതമായി രാജിവെച്ചിരിക്കുന്നത്. ഈ രാജി പോലെ തന്നെ അരുൺ ഗോയലിൻ്റെ നിയമനവും വലിയൊരു വിവാദമായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു എന്ന് തന്നെ പറയാം. 2022 നവംബർ മാസം 18-ാം തീയതി കേന്ദ്ര ഖനവ്യവസായ സെക്രട്ടറി ആയിരിക്കെ അരുൺ ഗോയൽ, അദ്ദേഹത്തിന് സിവിൽ സർവീസിൽ ഇനിയും കാലങ്ങൾ ഉണ്ടായിരുന്നു, സേവന കാലാവധി ഉണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻറ്റ് 2022 നവംബർ മാസം 18-ാം തീയതി എടുക്കുന്നു. 19-ാം തീയതി അദ്ദേഹത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി കേന്ദ്ര സർക്കാർ നിയമിക്കുകയും ചെയ്യുന്നു. ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിന് അന്ന് വഴിയൊരുക്കിയിരുന്നു. മാത്രമല്ല ഒരു നിയമയുദ്ധത്തിലേക്ക് എത്തുകയും ചെയ്തു. അസോസിയേഷൻ ഓഫ് ഇലക്ട്രൽ റിഫോംസ് അടക്കമുള്ള ഡെമോക്രാറ്റിക് റിഫോംസ് അടക്കമുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി അന്ന് ഈ അരുൺ ഗോയലിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് അരുൺ ഗോയലിൻ്റെ നിയമനക്കാര്യം പരിശോധിക്കുന്നില്ല, പക്ഷേ അതിനുള്ള നടപടിക്രമങ്ങൾ കോടതി പരിശോധിക്കുകയാണെന്ന് പറയുകയും പിന്നീട് സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കേണ്ടത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അടങ്ങിയ ഒരു സമിതി ആയിരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിൽ ചീഫ് ജസ്റ്റിസിനെ മാറ്റുകയും പ്രധാനമന്ത്രി തന്നെ നിയോഗിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അങ്ങനെ ഒരു 3-അംഗ സമിതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്ന് നിയമം കൊണ്ടുവരികയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ അരുൺ ഗോയലിന് ഇനിയും സേവന കാലാവധി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന നിലയിലുണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വിരമിക്കുകയാണ്. പിന്നീട് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തേക്ക് വരേണ്ടതും അരുൺ ഗോയലായിരുന്നു. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി ആകട്ടെ ഈ രാജി പെട്ടെന്ന് തന്നെ അംഗീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആകെയുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ്. കമ്മീഷനിലെ മറ്റൊരംഗമായ അനൂപ് പാണ്ഡെ കഴിഞ്ഞ മാസം അദ്ദേഹം വിരമിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായി ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ ഒതുങ്ങുമോ, അതോ ഈ കമ്മീഷനിലേക്ക് പെട്ടെന്ന് തന്നെ 2 അംഗങ്ങളെ കേന്ദ്ര സർക്കാർ നിയമിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. നിയമിക്കണമെങ്കിൽ അതിൻ്റെ ചില നടപടിക്രമങ്ങൾ ഇനി പാലിക്കേണ്ടതുണ്ട്. ആദ്യമേ സെർച്ച് കമ്മിറ്റി, കേന്ദ്ര നിയമമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി പരിശോധിക്കണം. പിന്നീടാണ് സെലക്ഷൻ കമ്മിറ്റിക്ക്, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതിക്ക് അവരുടെ ഒരു പാനൽ, 5-അംഗ പാനൽ അയക്കേണ്ടത്. ഈ 5-അംഗ പാനലിൽ നിന്നോ അല്ലെങ്കിൽ അതിന് പുറത്തു നിന്നുള്ളവരോ ഈ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതിക്ക് നിയമിക്കാനാവും. പക്ഷേ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ്, അതായത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് വേണം ഈ നിയമനങ്ങൾ നടത്തേണ്ടത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നിയമനങ്ങൾ നടക്കുകയുമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മാത്രമായി നടക്കുമോ, അതോ ഈ കമ്മീഷനിലേക്ക് മറ്റ് 2 അംഗങ്ങളെ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ നിയമിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. 24 ഒബ്സർവർ ഇനി നാളെ ഇതേ സമയം ഈ പരിപാടി